Hi everyone, welcome to the channel Swasta Foods. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആട്ട നൂഡിൽസ് ആണ്. ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ഇട്ടേക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആട്ട നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം. ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിടാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ്. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇതൊന്ന് മാറ്റി വെക്കാം, കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത്, പിന്നെ 5-6 ബീൻസ് അരിഞ്ഞത്, പിന്നെ 2 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസിൽ ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴി എടുക്കുക. ഇതിനകത്തിലോട്ട് ഈ ചില്ല് കുറച്ച് വലുതായിട്ടുള്ള, അത് ഇടിയപ്പം ഉണ്ടാക്കുന്നില്ല അതിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ടുള്ള ഈ ചില്ല് ഇട്ട് കൊടുക്കുക. ഇതിനകത്തിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. ആട്ടിനകത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി ആട്ട എടുത്തിട്ട് സേവനാഴി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുറച്ചും കൂടി ഫില്ല് ചെയ്യാം. നിറച്ചിട്ട് നല്ലോണം അടയ്ക്കാം. ഇപ്പം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം. എത്ര നീളം ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട്. കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല കുക്കായിട്ടുണ്ട്, കാണാൻ ഇങ്ങനെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതിലത്തെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തണുത്ത വെള്ളം ഒഴിക്കാം. ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുക. വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം, ഒട്ടും തന്നെ ഒട്ടിപ്പോയിട്ടൊന്നുമില്ല. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ബീൻസ് അരിഞ്ഞിട്ട് കൊടുക്കാം. വെജിറ്റബിൾ ആവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് വഴറ്റുക. ഇപ്പോൾ വെജിറ്റബിൾ നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്. ഇതിനോട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ചില്ലി സോസ്, സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ്, ആട്ട നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക.
ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.